മക്കളെ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ ഇത്ര വാശി? ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളയിൽ കൊണ്ട് വില കൊടുത്ത് വാങ്ങി. എന്നിട്ട് അവർക്ക് കോടതി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു. കാരണം ആദ്യത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, കാരണം നിർബന്ധപൂർവ്വം എടുക്കുകയാണ്, അവരെ സമ്മതമില്ലാതെ എടുക്കുന്നത്. നിർബന്ധപൂർവ്വം എടുക്കുമ്പോൾ മാന്യമായ വില കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയും. നിയമം അങ്ങനെയാണ്. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെന്റിന് എന്തും ഏറ്റെടുക്കാം. ഗവൺമെന്റിന് ആ ലാൻഡ് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, മരുമകനും എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് ആണ്. സ്വാഭാവികമായും കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം. സർക്കാർ നിശ്ചയിച്ച വില പോരാറിനപ്പോൾ സുപ്രീം കോടതിക്ക് പോയതാ. 10,000 റുപ്യ സെന്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വയനാട്ടിൽ കിട്ടാനുണ്ട്. പിണറായിക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇപ്പം 50,000 ക്ലോസ് ചെയ്തു. 1,00,000 സെന്റിന് വേണമെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി അലൗ ചെയ്യും. കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവരെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ്, അതുകൊണ്ട് മാന്യമായ